ഈ ദൈവം മനുഷ്യർ തീ കണ്ടുപിടിച്ചു എന്നറിഞ്ഞപ്പോൾ ഉടൻ അത് അണയ്ക്കാൻ മാനേജരോട് ആവശ്യപ്പെട്ടു. മനുഷ്യരെ പാഠം പഠിപ്പിക്കാൻ മാനേജർ ആനകളെ അയച്ചതോടെ ഭയന്നവർ ഗുഹകളിൽ ഒളിച്ചു. പിന്നീട് ഭൂമിയിലെ മനുഷ്യരുടെ വിചിത്രമായ നൃത്തം കണ്ട മാനേജർക്ക് അവർ മഴയ്ക്കായി പ്രാർത്ഥിക്കുകയാണെന്ന് മനസ്സിലായി. മനസ്സലിഞ്ഞ ദൈവം വെള്ളം തളിക്കാൻ ഉത്തരവിട്ടു. മഴ കണ്ട് സന്തോഷിച്ച മനുഷ്യർ ദൈവത്തിന് നന്ദി പറഞ്ഞപ്പോൾ പ്രീതനായ ദൈവം എന്നും ജലധാരയൊരുക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ മനുഷ്യരുടെ സ്വഭാവം കണ്ട് വീണ്ടും കോപിഷ്ഠനായ ദൈവം രോഗങ്ങൾ പടർത്തുന്ന സ്പ്രേ പ്രയോഗിക്കാൻ ആവശ്യപ്പെടുകയും അനേകർ രോഗബാധിതരാവുകയും ചെയ്തു. 25-ാം നൂറ്റാണ്ടിൽ മനുഷ്യർ വൻ കെട്ടിടങ്ങൾ നിർമ്മിച്ച് ജനസംഖ്യ വർദ്ധിപ്പിച്ചു. അവരെ നിയന്ത്രിക്കാൻ ദൈവം കെട്ടിടങ്ങൾക്ക് തീയിട്ടു. തീ പടർത്താൻ ദൈവം കാറ്റൂതിയപ്പോൾ സർക്കാർ രക്ഷാപ്രവർത്തനം തുടങ്ങി. ജനസംഖ്യ കുറയ്ക്കാൻ ദൈവം ദുരന്തം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കവേ എന്തിനാണ് ഇവരെ കൊല്ലുന്നത് എന്ന് മാനേജർ ചോദിച്ചു. ദൈവം ദേഷ്യത്തോടെ മറുപടി നൽകി, നിനക്കറിയില്ല, ജനസംഖ്യ ഇങ്ങനെ വളർന്നാൽ ആർക്കും ഇവിടെ ജീവിക്കാൻ ഇടമുണ്ടാകില്ല.